നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, നാം ഇപ്പോൾ നിങ്ങളുടെ നാളെ എന്ന ഒരു ജ്യോതിഷ പദ്ധതിയുമായി മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഗുണം, നിങ്ങളുടെ നാളെയിൽ ഇന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം നാളെ ഏത് സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾക്ക് അനുകൂലമാണ് പ്രതികൂലമാണ് എന്ന കാര്യങ്ങളൊക്കെ തന്നെ. നിങ്ങളുടെ നാളെയിൽ നാളെ 1799 കർക്കിടക മാസം 22-ാം തീയതി, അതായത് 2024 ആഗസ്റ്റ് മാസം 6-ാം തീയതി ചൊവ്വാഴ്ചയാകുന്നു. നാളെ തൃശ്ശൂരിലെ ഉദയം കാലത്ത് 6:18-നും അസ്തമയം വൈകിട്ട് 6:43-നുമാകുന്നു. നാളെ ചൊവ്വാഴ്ചത്തെ രാഹുകാലം വൈകിട്ട് 3 മണി മുതൽ 4:30 വരെയുള്ള സമയമാകുന്നു. നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയപ്രകാരം രാഹുകാലം 3:18 മുതൽ 4:48 വരെയുള്ള സമയം. നാളത്തെ നക്ഷത്രം എല്ലാ ശുഭകാര്യങ്ങൾക്കും വളരെ അനുകൂലമായ മകൻ നക്ഷത്രമാകുന്നു. നാളെ വെളുത്തപക്ഷത്തിലെ ദ്വിതീയ തിഥിയാകുന്നു. ചന്ദ്രൻ അമാവാസി കഴിഞ്ഞ് പ്രായണ കറുത്തപക്ഷത്തിലെ പഞ്ചമി വരെ ദുർബലമാണ്. എങ്കിലും നാളെ ഒരു വെളുത്ത പക്ഷത്തുള്ള ദ്വിതീയ തിഥിയാണ് എന്ന പരിഗണനയിൽ നാളത്തെ നക്ഷത്രം മകൻ നക്ഷത്രം വൈകിട്ട് 5:30 വരെയുണ്ട്. നിങ്ങൾക്ക് പല ശുഭകാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നക്ഷത്രമാകുന്നു. ചൊവ്വാഴ്ചയാണ് എന്നൊരു പോരായ്മ ഇവിടെയുണ്ട്. കുജമന്തേതര വാരേഷു എന്നാണ് പലപ്പോഴും ആചാര്യന്മാർ ഫലം പറഞ്ഞിട്ടുള്ളത്. ചൊവ്വയും ശനിയും ഒഴിച്ചുള്ള ദിവസങ്ങളിൽ കർമ്മങ്ങൾ ചെയ്യാമെന്നാണ്. എങ്കിലും നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ആവശ്യകതകൾ വരുമ്പോൾ അവിടെ ചൊവ്വ എന്ന ദിനത്തിന് വളരെയൊന്നും അപ്രാധാന്യം നൽകേണ്ടതില്ല. ചൊവ്വ മംഗളഹ എന്നാണ് സംസ്കൃതത്തിൽ ചൊവ്വയുടെ നാമം. മംഗളം ചെയ്യുന്ന ആളാകുന്നു ചൊവ്വ. പലപ്പോഴും ജ്യോതിഷത്തിൽ ക്രൂരദൃക്ച അവനേയഹ, അവനിയുടെ പുത്രൻ ചൊവ്വ ക്രൂരദൃക്കാണ്. ക്രൂരമായ ദൃഷ്ടി എപ്പോഴും ചൊവ്വയ്ക്കുണ്ട്. ചൊവ്വയുടെ ദൃഷ്ടിക്ക് വളരെയധികം ദോഷങ്ങൾ ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. ഉദാഹരണമായി ചൊവ്വക്ക് മാത്രമാണ് ചതുരസ്രം 4-ലും 8-ലും വിശേഷ ദൃഷ്ടിയുള്ളത്. എല്ലാ ഗ്രഹങ്ങൾക്കും 7-ാം ഭാവത്തിൽ ദൃഷ്ടിയാണ്. വ്യാഴത്തിന് 5-ലും 9-ലും സ്പെഷ്യൽ ദൃഷ്ടിയുണ്ട്. ശനിക്ക് 10-ലും 3-ലും ത്രിദശ വിശേഷ ദൃഷ്ടിയുണ്ട്. ചൊവ്വയ്ക്കാണ് ചതുരസ്രം, 4-ലും 8-ലും വിശേഷ ദൃഷ്ടി. ഇത് ക്രൂരദൃഷ്ടിയാകുന്നു. പലപ്പോഴും നമുക്ക് കാണാം ഈ ചൊവ്വയുടെ ദൃഷ്ടി വളരെയധികം ആകസ്മികമായി ശാരീരികമായ ക്ലേശങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. അതിനാൽ ആചാര്യന്മാർ നിഷിദ്ധമായി പറഞ്ഞ ദിനമാണ് ചൊവ്വ. എങ്കിലും നാളെ മകം നക്ഷത്രത്തിൻ്റെ ആ പ്രാധാന്യത്തിൽ നിങ്ങൾക്ക് വളരെ അനുകൂലമായി കാര്യങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. മകം എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്നു. ചോറൂൺ നക്ഷത്രമായാലും യാത്രാ നക്ഷത്രമായാലും മകത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിനാൽ നാളത്തെ പ്രധാനപ്പെട്ട ശുഭ മുഹൂർത്തങ്ങൾ കാലത്ത് 9:18 മുതൽ 10:45 വരെയുള്ള സമയം എല്ലാ നല്ല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാം. മറ്റൊരു അനുകൂലമായ സമയം ഉച്ചയ്ക്ക് 1:15 മുതൽ 2:45 വരെയുള്ള സമയവുമാണ്. അതിനാൽ എല്ലാ ശുഭകാര്യങ്ങളും ഈ ശുഭമുഹൂർത്തത്തിൽ നിങ്ങൾ ചെയ്യുക. മകൻ നക്ഷത്രത്തിൻ്റെ ദേവതകൾ പിതൃക്കളാകുന്നു. പലപ്പോഴും മകൻ നക്ഷത്രക്കാർക്ക് പിതൃക്കളുടെ അനുഗ്രഹം വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അതിനാൽ പിതൃകർമ്മങ്ങൾ വാർഷികമായി അല്ലെങ്കിൽ മാസികമായി ബലിശ്രാദ്ധാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. വർഷത്തിൽ പിതൃക്കളെ സ്മരിക്കുക. പിതൃക്കളുടെ അനുഗ്രഹമുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെയധികം ശുഭത്വം വരും. പ്രത്യേകിച്ച് സന്താന ശ്രേയസ്സിന് പിതൃക്കളുടെ അനുഗ്രഹം വളരെയധികം ഉപകരിക്കുന്നതാണ്. പ്രീത പ്രേത സ്വമീപിർ വിദദതി സകലാഹ സമ്പദ സന്തതിഞ്ച എന്നാണ് പ്രശ്നമാർഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. വാർഷികമായി അമാവാസി തുടങ്ങിയ ദിനങ്ങളിൽ പിതൃക്കളുടെ സന്തോഷത്തെയും ബ്രാഹ്മണന്മാരുടെ പ്രീതിയെയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സന്തുഷ്ടരായ പ്രേതങ്ങൾ നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും സന്താന ശ്രേയസ്സും സമ്പത്തും തരുമെന്ന് ഹിന്ദുശാസ്ത്രം അനുശാസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല നാളെ ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.